ഞാൻ രേഖാൻ്റെ വീട് വരെ വന്നു. ആ ഓ ഞങ്ങൾ അവിടെ പോകാൻ ഞാൻ വന്നിട്ട് വിളിച്ചോ. ഓക്കെ കേട്ടോ. എന്നാ താമസിച്ചെന്നെ? ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ മറ്റേ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിർത്തുമ്പോൾ ലൈൻ കേബിളൊന്ന് ശരിയാക്കാൻ വേണ്ടിയുള്ള ഇതിനോട് 10 മിനിറ്റ് അവരെ സെറ്റ് ചെയ്തു. എന്നാ പറ്റി കേബിൾ? ഒരു വിട്ടുവിട്ടേക്കും ലൈൻ വിട്ടുവിട്ട് പോകുന്നു. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്നെ നടക്കാൻ പറയാം ഒന്നും പറയാം. രാവിലെ ഇവിടുന്ന് വെളിയിലോട്ടിറങ്ങുകയും 2-3 പട്ടി ഇങ്ങോട്ട് കയറും. സത്യം പറയാൻ പേടിച്ചു. എന്നാന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുക ഇതിങ്ങനെ പെട്ടെന്ന് വരികയും കൂടല്ലേ ഓരോ സമയത്ത്. എൻ്റെ ഞങ്ങളുടെയൊക്കെ വീടിന്റെ കോമ്പൗണ്ട് 10-25 പട്ടിയാണ് ഫുള്ള്. കാരണം ഇപ്പം ഈ പട്ടി സ്നേഹികളുണ്ടല്ലോ, അവർ ഈ ആഹാരം കൊണ്ടുവന്ന് വഴി കൊണ്ടിട്ട് വിളമ്പി കൊടുക്കും. എന്നിട്ട് മൊത്തത്തിൽ പട്ടിയെ വളർത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് തൂക്കുള്ളൂ. ഇവിടെ ഇതേ പ്രശ്നമാണ്. ഇവിടെയുണ്ട് അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഈ റൂട്ടിൽ. ഞാനിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗേറ്റെങ്കിൽ ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ എടുത്ത് പറയും. ഞാൻ അന്നേരം തന്നെ ഇതിനെ ഓടിക്കും. ഞാൻ പലപ്പോഴും ഗേറ്റ് അടച്ചിടുക. അപ്പോൾ പ്രമോദ് ചോദിക്കത്തില്ല എന്തേ ഗേറ്റ് എന്താ ഇപ്പോഴും അടച്ചിടുന്നത്. ഇതുകൊണ്ടാണ്. കാരണം നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ വരാന്തലായിരിക്കും ഇത് കിടക്കുന്നത്. പറയാൻ പറ്റത്തില്ല. പട്ടിയോട് ഭയങ്കര സ്നേഹമുള്ളവർക്ക് അവരവരുടെ വീട്ടിലൊരു വലിയ കൂടൊക്കെ പണിതിട്ട് എത്രത്തിന് വേണം വളർത്തട്ടെ അല്ലേ? ഇവ നാട്ടിലിറക്കി വിട്ട് നാട്ടുകാരെ കൊണ്ട് ഇത് കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വിവരം അറിയും. 15 ദിവസം ഇഞ്ചക്ഷൻ ഞങ്ങളുടെ നാട്ടിലൊരു പട്ടിയെ കൊന്നങ്ങാണ്ട് ആരും ഇട്ടിരുന്നു. അവസാനം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോലീസ് വന്ന് ചോദിക്കുക എന്തൊക്കെ പ്രശ്നമായിരുന്നു. അത് പേപ്പറിലുണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. ഏതായാലും അതുകൊണ്ടാണ് നടക്കാൻ പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ നേരത്തെ വൈകിട്ട് ഞാൻ നടന്നുകൊണ്ടിരുന്ന അന്നേരം പട്ടി പുറകെ വരിക. എന്തോ ചെയ്യാൻ ഒരു രക്ഷയില്ല. ഏതായാലും അയ്യോ സമയം ഒരുപാടായി കേട്ടോ. എന്നാ ഇറങ്ങിയേക്കാം നമുക്കില്ലേ? അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ നടപ്പ് അങ്ങനെ എന്റെ ചീറ്റിപ്പോയെന്ന് പറഞ്ഞു വരിക. പട്ടി സ്നേഹികളെ നമുക്ക് വിളിച്ചിട്ട് അവരോട് ഇതിനെ കൊണ്ട് വളർത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറയാം. അല്ലാതെ ഈ മുനിസിപ്പാലിറ്റിയോ ഈ ഗവൺമെന്റോ വിചാരിച്ചാലൊന്നും ഈ പ്രശ്നം സോൾവ് ആകാൻ പോകുന്നില്ല. കാരണം നമ്മൾ ഓരോ വ്യക്തികളും വിചാരിക്കണം ഇത് സോൾവ് ആകുന്നത്. ആണോ? ഇത് നമ്മൾ ഓരോ വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത്. ഇതിന് ആഹാരം കൊടുക്കാതിരിക്കുക. അങ്ങനെ ആഹാരം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ മാത്രമേ ഈ സാധനം നമ്മുടെ ഏരിയയിൽ നിന്ന് വിട്ടുപോകുള്ളൂ. അങ്ങനെ ഓരോരുത്തരും തീരുമാനിച്ചാൽ ഈ സാധനം പിന്നെ ഇതിന്റെ വന്ധ്യീകരണമൊക്കെ അവർ പറയുന്നു. പക്ഷെ അതൊന്നും ആലോചിക്കേണ്ട. നമുക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നാൽ ഇവിടെ നിന്ന് പൊക്കോളും, വേറൊരു സ്ഥലത്തേക്ക് പോകും. പക്ഷെ അങ്ങനെ പോയി ഈ ഭക്ഷണം കിട്ടാൻ വരുമ്പോൾ ഇതിനാ കുറെ രോഗങ്ങളൊക്കെ വന്ന് കുറേ എണ്ണം ചത്തുപോയിക്കോളും. തന്നെ പ്രകൃതിയുടേതായ ഒരു ഇതിലങ്ങ് പോകും. പട്ടിന്ന് പോലും പറയാൻ പറ്റത്തില്ല പ്രശ്നം. അതുകൊണ്ടല്ലേ എല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ മതി ഇതൊക്കെ ചെയ്താൽ നല്ലതായിരിക്കുമെന്ന്. അല്ലെങ്കിൽ ഈ കടി കിട്ടിയിട്ട് ആശുപത്രി കിടക്കുമ്പോഴേ ആലോചിക്കുമോ. ഇറങ്ങിയേക്കാം. ശരി.